കെടാതെ നീ കാത്തുകൊള്ളേണമേ കാറ്റിനെ ശാസിച്ച തമ്പുരാനെ. കാറ്റിൽ കെടാതെ നീ കാത്തുകൊള്ളേണമേ കാറ്റിനെ ശാസിച്ച തമ്പുരാനെ. കരുണ തന്നൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. പൊടിമഞ്ഞുപോലെൻ്റെ കൂടാരവാതിലിൽ കണി കണ്ടു നിന്നെ ഞാൻ കണ്ണിറയെ. പൊടിമഞ്ഞുപോലെൻ്റെ കൂടാരവാതിലിൽ കണി കണ്ടു നിന്നെ ഞാൻ കണ്ണിറയെ. വിശപ്പിൻ്റെ നോവിനാൽ വിളിച്ചു കരയുമ്പോൾ വിളിപ്പാടകലയായി നീയില്ലയോ. എൻ്റെ വിശപ്പിൻ്റെ നോവതിൽ അപ്പമാകാം. കരുണ തന്നൾത്താരയിൽ മോഹങ്ങൾ തിരി തെളിച്ചു. കരുണ തന്നൾത്താരയിൽ മോഹങ്ങൾ തിരി തെളിച്ചു. കാറ്റിൽ കെടാതെ നീ കാത്തുകൊള്ളേണമേ കാറ്റിനെ ശാസിച്ച തമ്പുരാനെ. കാറ്റിൽ കെടാതെ നീ കാത്തുകൊള്ളേണമേ കാറ്റിനെ ശാസിച്ച തമ്പുരാനെ. കരുണ തന്നൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. ഏറ്റവും സ്നേഹമുള്ള വികാരിയച്ച, ഏറ്റവും പ്രിയമുള്ള മനുഷ്യാടച്ച, സ്നേഹം നിറഞ്ഞ വൈദികരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, ക്ഷണിക്കപ്പെട്ട എല്ലാ ബന്ധുജനങ്ങളെ, ഇടവക സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഒത്തിരി സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം 50 വർഷം പൂർത്തീകരിച്ചതിന്റെ പുസ്തകമാണ് പൂർത്തീകരിച്ചതിന്റെ ഓർമ്മ ഇന്ന് ഞാൻ ആചരിക്കുകയാണ്. ഈ 5 വർഷക്കാലം ദൈവത്തിനെ കൈപിടിച്ച് നടത്തി എല്ലാ കാര്യങ്ങളിലും എനിക്ക് വേണ്ട പ്രവർത്തനം എന്നെ അനുഗ്രഹിച്ചു വളർത്തി. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ ദൈവം എന്നെ അനുവദിച്ചു. എല്ലാ ഭംഗിയായി തീർക്കുവാനായി ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു. 50 വർഷക്കാലം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്കൊരു വേദനയുടെ വിഷയം ഉണ്ടായില്ല എന്ന് പറയാം. കാരണം എല്ലാ സമയങ്ങളിലും ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ സാന്നിധ്യങ്ങൾ ശരിക്കും അനുഭവിക്കാറുണ്ട്. അതിന് നന്ദി പറയുവാൻ ഇനി ബലിയർപ്പിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പമായി നിങ്ങൾ ഓരോരുത്തരെയും ബലിയർപ്പണത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഇന്ന് മതാലയങ്ങളില്ല, അവർ ദൈവത്തിൽ മക്കൾ വിളിക്കപ്പെട്ടു. ഇന്ന് സഹോദരിമായ ഒരു സഹോദരൻ ദൈവത്തിലേക്ക് കടന്നുപോയി. അവരെല്ലാം സ്വർഗ്ഗത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ സന്തോഷം പങ്കുചേരുന്നുണ്ട്. എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അവരുടെ പ്രാർത്ഥനകൾ എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും
എനിക്ക് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നവരാണ്. നിങ്ങളുടെ പ്രാർത്ഥന എന്നെ സ്നേഹിക്കുക, എന്നെ ഓർക്കുക. നിങ്ങളുടെ ജീവിതകാലങ്ങളിലും ദൈവങ്ങളുടെ പ്രവർത്തി അനുഭവം ലഭിക്കുവാൻ നിങ്ങളുടെ സാന്നിധ്യം പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം. ഇത് വലിയ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുകയാണ്. എല്ലാവരും വിദ്യാഭ്യാസത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം കാണുന്നത് ധ്യാനിച്ചുകൊണ്ട് അർപ്പിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം അധ്യായം 10 വാക്യങ്ങൾ 7 മുതൽ 15 വരെ. അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ആടുകൾ അവരെ ശ്രമിക്കില്ല. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷപ്രാപിക്കും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വന്ന് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്നവരെ പിടിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു.
മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട പൗലോസിന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി നിറവിലാണ് നമ്മൾ. 50 വർഷങ്ങൾ, നൂറ്റാണ്ട് കാലം ദൈവത്തിന്റെ സ്വന്തം കരത്തിന്റെ സ്പർശനം സ്വീകരിച്ച് കയ്യൊപ്പോടുകൂടി സന്യാസ മിഷണറി പൗരോഹിത്യ ജീവിതം ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ജീവിച്ച പൗലോസിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനാണ് സമീപത്തു നിന്നും വിദൂരത്തു നിന്നും ധാരാളം പേർ ഈ ദേവാലയത്തിലേക്ക് വന്നിരിക്കുന്നത്. നിത്യപുരോഹിതനായ ഈശോയുടെ അഭിഷേകത്തിൽ പങ്കുചേർന്നുകൊണ്ട് ജീവിച്ച ഒരു ശുശ്രൂഷ ജീവിതം, സ്വയം ശൂന്യവൽക്കരണത്തിന്റെയും നിസ്വാർത്ഥമായ ശുശ്രൂഷയുടെയും ഒരു ജീവിതം, ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിനും ഇന്ന് പൗലോസിനും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് വലിയ ആഘോഷത്തോടുകൂടി നമുക്ക് ഈ ജൂബിലി അവസരം ഉപയോഗിക്കാം, ഈ വിസ്തൃതി അർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ അവസരത്തിൽ നമ്മൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ചോദ്യം, യഥാർത്ഥത്തിൽ ഒരു സന്യാസ മിഷണറി പൗരോഹിത്യം എന്നാൽ എന്താണ്? മറുപടിയായിട്ട് നമുക്ക് എല്ലാവർക്കും അതിന്റെ ഉത്തരവും അറിയാം. പൗരോഹിത്യത്തെ കുറിച്ച് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി ബഹുമാനപ്പെട്ട പൗലോസാണ്. പൗലോസിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് ഏതാനും ചില ചിന്തകൾ പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട പൗലോസിനെ എനിക്ക് കഴിഞ്ഞ 46 വർഷങ്ങളായിട്ട് പരിചയമാണ്, സ്നേഹബന്ധമുണ്ട്. അതിൻ്റെ ബലത്തിൽ മാത്രമാണ് ഞാനിപ്പോൾ ഈ വിശുദ്ധബലിയിൽ ചില കാര്യങ്ങൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, പൗരോഹിത്യം എന്നത് ദൈവത്തിൻ്റെ പ്രത്യേക വിളിയാണ്, തെരഞ്ഞെടുപ്പാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ വിശുദ്ധീകരിക്കപ്പെടുകയും വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഒരു പുരോഹിതൻ. ദൈവം, ദൈവജനം എന്ന ചിന്ത അനുനിമിഷം ജീവിത ആധാരമാക്കിക്കൊണ്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് തൻ്റെ ജീവിതത്തെ ദൈവത്തിന് പ്രീതികരമായ ഒരു ബലിയായി അർപ്പിക്കുന്നവനാണ് ഒരു പുരോഹിതൻ. അങ്ങനെയെങ്കിൽ ഈ ജൂബിലി ആഘോഷ സമയത്ത് പിതാവായ ദൈവം നമ്മുടെ പൗലോസിനോട് പറയുന്നത് ഇപ്രകാരമാണ്: നീ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ എന്നെ 50 വർഷക്കാലം മഹത്വപ്പെടുത്തി. ഇതാണ് ഈ ദൈവചിന്തയാണ് നമ്മുടെ ഇന്നത്തെ ആഘോഷത്തിൽ പൗലോസിനോട് ചേർന്നുകൊണ്ട് നയിക്കേണ്ടത്. യോഹന്നാൻ 12:24 ഇപ്രകാരമാണ് പറയുന്നത്: ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകണം, എങ്കിൽ മാത്രമേ അത് സമൃദ്ധമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയുള്ളൂ എന്ന്. ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൗലോസിനെന്ന ആ വിത്ത് നിലത്ത് വീണ്
ഇന്ന് നമ്മൾ ഓർമ്മിക്കുന്നത്. പോളച്ചന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, എണ്ണമറ്റ തൻ്റെ ശുശ്രൂഷ ജീവിതത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള അനുഭവങ്ങൾ, വേദനകൾ, അധ്വാനങ്ങൾ, കഷ്ടപ്പാടുകൾ, സന്തോഷങ്ങൾ, വിജയങ്ങൾ, ഇവയെല്ലാം ഇന്ന് ദൈവസന്നിധിയിൽ നന്ദിയോടെ നമ്മൾ സമർപ്പിക്കുകയാണ്. ഒരു പക്ഷേ ഇപ്രകാരം നമുക്ക് പറയുവാൻ സാധിക്കും, ഈ പുരോഹിതരെ നോക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ഈ കഷ്ടപ്പാടും അധ്വാനവും ജനത്തിന് വേണ്ടി ചെയ്ത തന്റെ ആ ജീവിതമാണ് ഇന്ന് പോളച്ചന്റെ സ്വർഗത്തിലെ നിക്ഷേപം. അങ്ങനെ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെച്ചുകൊണ്ട് ജീവിച്ച ഒരു ജീവിതമാണ് കഴിഞ്ഞ 50 വർഷക്കാലം. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രകാരം പറയുവാൻ സാധിക്കും, ക്രിസ്തുവിന്റെ മുഖത്ത് കണ്ണും നട്ട് മുൻപോട്ട് യാത്ര ചെയ്തവൻ തന്റെ ജീവിതത്തിൽ രൂപാന്തരപ്പെട്ട ക്രിസ്തുവിന്റെ തിരുമുഖം നോക്കി അതിൽ ശക്തി സംഭരിച്ചുകൊണ്ട് തന്റെ അധ്വാനങ്ങളിലും കഷ്ടപ്പാടുകളിലും ഒക്കെ ക്രൂശിതനായ ഈശോയുടെ മുഖത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആ ജീവിതയാത്രയിൽ ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിന്റെ തിരുമുഖമായിരുന്നു ഈ പോളച്ചന്റെ എല്ലാ പ്രത്യാശയും ജീവിതത്തിലെയും പൗരോഹിത്യ ശുശ്രൂഷയിലെയും. 50 വർഷക്കാലത്തെ ജീവിതം തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഏതാണ്ട് 34 വർഷക്കാലം ഇടവകകളിൽ പോളച്ചൻ ഇടയനായിട്ട് ജോലി ചെയ്തു. ഈ 34 വർഷത്തിൽ ഏതാണ്ട് 1.5 വർഷക്കാലം അസേന്തിയായിട്ടാണ് ജോലി ചെയ്തത്. ബാക്കി 32 വർഷക്കാലം വികാരിയായി ജനത്തിന്റെ ഇടയനായിട്ട് ശുശ്രൂഷ ചെയ്തു. അതുപോലെ തന്നെ 16 വർഷക്കാലം സഭയുടെ വിവിധ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് അച്ഛൻ തന്റെ ജീവിതം പ്രകടമാക്കി. സമതുലിതമായ സന്തുലിതമായ ഒരു ശുശ്രൂഷ ജീവിതത്തിന്റെ ചരിത്രമാണ് നമ്മുടെ പോളച്ചനുള്ളത്. A well balanced and integrated priestly ministry. പോളച്ചന്റെ വ്യക്തിത്വവും അച്ഛന്റെ പൗരോഹിത്യ ശുശ്രൂഷയും ഒരു നാണയത്തിന്റെ 2 വശങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. MSF സഭയിലെ ഒരു വൈദികനാണ്, ഫ്രാൻസിസ് ആണ് മധ്യസ്ഥൻ. ഞങ്ങളുടെ സഭയുടെ ഫ്രാൻസിസ് ആലസിന്റെ പുണ്യങ്ങളുടെ ഒരു നിറകുടമായിട്ടാണ് പോളച്ചൻ തന്റെ പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയത്. ഫ്രാൻസിസ് ആലസിന്റെ ആധ്യാത്മിക ചൈതന്യം നിറയുന്ന ശുശ്രൂഷ ജീവിതം, ആത്മാർത്ഥത നിറഞ്ഞ സ്നേഹം, എല്ലാവരോടുമുള്ള പരിഗണന, അനുകമ്പ, എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ശുശ്രൂഷ ജീവിതം, ഹൃദയത്തിൽ നിന്നുള്ള ഇടപെടൽ, ലാളിത്യം, ശാന്തത, എല്ലാ സാഹചര്യങ്ങളിലും സന്തോഷം കൈവിടാതെ ജീവിച്ച ഒരു വ്യക്തിത്വം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവയെല്ലാം അച്ഛൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഫ്രാൻസിസ് ആലസ്
വീണ്ടും ഫ്രാൻസിസ് സാലസ് പറയുന്നു, live joyfully, our Lord is looking upon you lovingly. സന്തോഷത്തിന്റെ ഒരു ജീവിത ശുശ്രൂഷയാണ് പോളച്ചിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വീണ്ടും ഫ്രാൻസിസ് സാലസ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ബ്ലൂം വെയറിംഗ് ഓഫ് പ്ലാന്റ്, നടുന്നിടത്ത് പുഷ്പിക്കുക എന്നത്. പലതരത്തിലുള്ള ശുശ്രൂഷ സാഹചര്യങ്ങളിലായിരുന്നു നമ്മുടെ പോളച്ചൻ. പക്ഷെ എവിടെയെല്ലാം ആയിരുന്നു അവിടെയെല്ലാം ധാരാളം ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് തന്നെ പരമേൽപ്പിച്ച ശുശ്രൂഷ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. ഒരു സ്ഥലത്തും ഒരു ശുശ്രൂഷ വേദിയിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസ്വസ്ഥത അച്ഛനില്ലായിരുന്നു, അച്ഛൻ ഉണ്ടാക്കിയിട്ടില്ല. അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. 50 വർഷക്കാലം പൗരോഹിത്യർ കൂടുതലായിട്ട് ജനങ്ങളോടുകൂടെ ജീവിച്ചിട്ട് ഇതുപോലെ കൃപയിൽ നിറഞ്ഞു നിൽക്കുവാൻ ഒരു പുരോഹിതന് സാധിക്കുന്നത്. സഭയുടെ ചരിത്രത്തിലേക്ക് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കും, വളരെ പ്രശ്നം നിറഞ്ഞ സാഹചര്യങ്ങളിലേക്ക് അധികാരികൾ പോളച്ചനെ അയക്കുമായിരുന്നു. അച്ഛനോട് ചേർന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ജനങ്ങൾ കണ്ട് സംസാരിച്ച് മനോഹരമായ സ്നേഹത്തിന്റെ ഒരു അന്തരീക്ഷം അച്ഛൻ സൃഷ്ടിച്ചിരുന്നു. ഇങ്ങനെയൊരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട പോളച്ചൻ്റേത്. സാധാരണ നമ്മൾ മലയാളത്തിൽ ഇപ്രകാരം പറയാറുണ്ട്, തൊടുന്നതെല്ലാം പൊന്നാക്കുക എന്നത്. എവിടെയെല്ലാം പോളച്ചനായിരുന്നു, ഏതെല്ലാം ശുശ്രൂഷ ചെയ്തു, ഒരു മനോഹാരിത തന്റെ ശുശ്രൂഷയിലും തന്റെ ജനത്തിന്റെ മേലും അച്ഛൻ നൽകിക്കൊണ്ടാണ് അവിടുന്ന് കടന്നുപോയത്. ഫ്രാൻസിസ് സാലസിന്റെ മകനെന്ന നിലയ്ക്ക് മറ്റൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് വരുന്നത്, ഫ്രാൻസിസ് സാലസിന്റെ ആധ്യാത്മികത ഭാഗമാണ് മേക്ക് ക്രൈസ്റ്റ് അലൈവ് ത്രൂ യുവർ റിലേഷൻഷിപ്പ്. നിന്റെ ബന്ധങ്ങളിലൂടെ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടായിട്ട് പോളച്ചന്റെ ജീവിതത്തിലേക്ക് എനിക്ക് കാണുവാൻ സാധിക്കുന്നത് അച്ഛന്റെ സ്നേഹബന്ധങ്ങൾ, എല്ലാവരുമായുള്ള വ്യക്തിബന്ധങ്ങളാണ് അച്ഛന്റെ യഥാർത്ഥ ഒരു പുരോഹിതന്റെ ആ അനുഭവം ജനങ്ങൾക്ക് കൊടുക്കുവാൻ അച്ഛന് സാധിച്ചത്. ഒരു പുരോഹിതന്റെ സ്പർശനം തന്റെ ജനത്തിന് ലഭിച്ചുവെങ്കിൽ അച്ഛന്റെ ആ സ്നേഹബന്ധമായിരുന്നു അത് അച്ഛനെ നയിച്ചത്. സുഹൃത്ത് ബന്ധങ്ങളിലൂടെ ക്രിസ്തുവിനെ പകർന്നു കൊടുത്ത് ക്രൈസ്തവ അന്തരീക്ഷത്തെ സൃഷ്ടിക്കുക, ഇത് അച്ഛന്റെ പ്രത്യേകതയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണുവാൻ സാധിക്കും, ധാരാളം വിദൂരങ്ങളിൽ നിന്ന് ഈ കുർബാനയ്ക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അത് മാത്രം സാക്ഷ്യപ്പെടുത്തുന്നത് അച്ഛന്റെ ആ സ്നേഹബന്ധം, സുഹൃത്ത് ബന്ധം എത്രമാത്രം ആയിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഓർക്കുകയാണ്, സാധാരണ സ്ഥലം മാറി പോയി കഴിഞ്ഞാൽ നമ്മൾ പലർക്കും ചിലപ്പോൾ ആ സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ ഒരു സാഹചര്യം ഉണ്ടാവും. പോളച്ചനെ സംബന്ധിച്ചോളം എവിടെയെല്ലാം പോളച്ചനായിരുന്നു അവിടെ നിന്നെല്ലാം ട്രാൻസ്ഫർ ആയിട്ട് പോയതിനു ശേഷം വളരെ സന്തോഷത്തോടുകൂടി സ്വാതന്ത്ര്യത്തോടുകൂടി പോളച്ചന് പഴയ സ്ഥലത്തേക്ക്, പഴയ സ്ഥാപനത്തിലേക്ക് ചെല്ലാമായിരുന്നു. അച്ഛന്റെ സാന്നിധ്യം ജനങ്ങൾക്കും അച്ഛന്റെ വികാരങ്ങൾക്കും വലിയ സന്തോഷമായിരുന്നു. ഇതാണ് പോളച്ചന്റെ ജീവിത സ്പർശനം. ഒരുപക്ഷെ ചിലപ്പോൾ അച്ഛന്മാരെ കുറിച്ചൊക്കെ ട്രാൻസ്ഫറിന്റെ കാര്യം വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റാത്തത് എന്ന്. ചിലപ്പോൾ തിരിച്ചു ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റിയത്. പോളച്ചന്റെ ട്രാൻസ്ഫർ വന്നപ്പോൾ എനിക്കറിയാം, ജനം എപ്പോഴും ചോദിച്ചിരുന്നത് എന്തുകൊണ്ടാണ് പോളച്ചനെ മാറ്റുന്നത്, മാറ്റേണ്ട ആവശ്യമുണ്ടോ. അത്രമാത്രം സ്വാധീനമായിരുന്നു അച്ഛന്റെ ജീവിതം വഴി ജനത്തിന്റെ മേൽ ഉണ്ടായിരുന്നത്. അച്ഛന്റെ ആ സ്നേഹബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് തന്നെ പരമേൽപ്പിച്ചിരുന്ന ജനങ്ങളുമായി
ഇവരെല്ലാവരുമായിട്ടുള്ള ഒരു വലിയ സ്നേഹബന്ധത്തിന്റെ വലയം അച്ഛനുണ്ട്. അതാണ് അച്ഛന്റെ ആ വ്യക്തിത്വത്തിന്റെ മാറ്റം നാം കാണുവാൻ സാധിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, ഇടയന് ആടുകളുടെ മണം അറിഞ്ഞിരിക്കണമെന്ന്. അക്ഷരാർത്ഥത്തിൽ തൻ്റെ ജനത്തിന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ആടിന്റെ മണം അറിഞ്ഞ ഒരു ഇടയന്റെ ജൂബിലിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ക്രിസ്തുവിന്റെ ഹൃദയത്തിന് ചേരുന്ന ഹൃദയം ഒരു പുരോഗതി ഉണ്ടാകണം എന്നതാണ് ക്രൈസ്തവ ദർശനം. എങ്കിൽ അതുപോലുള്ള ഹൃദയത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട പോളച്ചൻ എന്ന കാര്യം ഞാൻ ഏറ്റുപറയുന്നു. പ്രിയപ്പെട്ടവരെ, 1967 വീട് വിട്ടിറങ്ങി 1975 എന്നേക്കുമായി ദൈവരാജ്യത്തിന് ജീവിതത്തെ സമർപ്പിച്ചുവെങ്കിൽ പിന്നീടുള്ള അച്ഛൻ്റെ 50 വർഷത്തെ ജീവിതം ദൈവം എബ്രഹാമത്തോട് പറഞ്ഞതുപോലെ, ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് നീ പോകുക. ആ സ്വരം കേട്ടുകൊണ്ട് എവിടെയെല്ലാം ദൈവം അധികാരികളോട് കാണിച്ചു കൊടുത്തോ അങ്ങനെയുള്ളൊരു യാത്രയാണ് പോളച്ചൻ ജീവിച്ചത്. അച്ഛന്റെ യാത്ര ഇപ്പോഴും തുടരുകയാണ് എന്ന സത്യം. എബ്രഹാമത്തോട് ദൈവം പറഞ്ഞു, നീ ജനതകൾക്ക് ഒരു അനുഗ്രഹമായിരിക്കുമെന്ന്. അക്ഷരാർത്ഥത്തിൽ പോളച്ചനായിരുന്ന ശുശ്രൂഷയുടെ എല്ലാ സ്ഥലങ്ങളും എനിക്കറിയാം. എവിടെയെല്ലാം അച്ഛനായിരുന്നു, പോളച്ചനവിടെ ദൈവത്തിന്റെ അനുഗ്രഹമായിട്ടാണ് ജനങ്ങളുടെ വർദ്ധിച്ചത് ആയിരുന്നു. ഇപ്പോൾ കർമ്മനിരതനാണ് പോളച്ചൻ. നമ്മുടെ പട്ടികാടുള്ള സമൂഹത്തിന്റെ സുപ്പീരിയറായിട്ട് അച്ഛൻ ജോലി ചെയ്യുന്നു. പ്രായത്തിൻ്റെതായ അനാരോഗ്യം അല്പമൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മറന്നുകൊണ്ട് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആ യുവത്വം കളയാതെയാണ് അച്ഛൻ തന്റെ ശുശ്രൂഷ ഇപ്പോഴും നടത്തുന്നത്. ഈ 50 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ ഒരു കാര്യം വളരെ ശ്രദ്ധേയമായിട്ട് ഞാൻ ഓർമ്മിക്കുന്നത്, MSF സഭയുടെ വസ്തുക്കളുടെ കാര്യസ്ഥനായി പല സ്ഥലത്തും ദീർഘം നാൾ അച്ഛൻ പ്രവർത്തിച്ചു. കൃത്യതയോടുകൂടി എല്ലാം കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയാണ് പോളച്ചൻ. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപ് അന്നത്തെ കണക്ക് പൂർത്തീകരിച്ച് എഴുതിയതിനു ശേഷമേ അച്ഛൻ ഉറങ്ങുവാൻ പോകുമായിരുന്നുള്ളൂ. പിറ്റേ ദിവസം രാത്രിയിലും പിറ്റേ ദിവസം രാത്രിയും സമാധാനത്തോടെ സന്തോഷത്തോടെ അച്ഛൻ എഴുന്നേൽക്കുവാൻ സാധിച്ചു. ഇതാണ് ഈ പുരോഗതിന്റെ വ്യക്തിത്വത്തിന്റെ മറ്റൊരു വശം. എഫെസസ്കാർക്ക് പൗലോസിന്റെ ഹൃദയത്തോടെ കറ തീർന്ന ഒരു വ്യക്തി, കറയും ചൊടുക്കുകളും ഇല്ലാത്ത ഒരു വ്യക്തി, സഭാധികാരികൾക്ക് പൂർണ്ണ വിധേയത്വം നൽകിക്കൊണ്ട് അനുസരിച്ചു കൊണ്ടുള്ള 50 വർഷത്തെ ജീവിതം. പോളച്ചന്റെ ജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അച്ഛന്റെ ജീവിതത്തിലെ അവസാനത്തെ വാക്ക് അധികാരിയുടെ വാക്കായിരുന്നു. അങ്ങനെ അധികാരികളുടെ വാക്കിന് ആ തീരുമാനത്തിന് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു വിശ്വസ്തമായ ജീവിതമാണ് അച്ഛൻ ജീവിച്ചത്. മറുവശം പ്രാർത്ഥനയുടെ മനുഷ്യൻ. എത്ര തിരക്കായിരുന്നാലും സമൂഹ പ്രാർത്ഥനയും അതിനുപരിയായി തന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഒരു തടസ്സവും വരുത്താതെ അച്ഛൻ പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനയുടെ ശക്തിയാണ് എല്ലായിടത്തും അച്ഛനെ നല്ല പ്രസന്നതയോടുകൂടി സന്തോഷത്തോടുകൂടി ശുശ്രൂഷിക്കുവാൻ സാധിച്ചത്. ഇപ്രകാരം അച്ഛൻ്റെ ഈ ജോബിയുടെ ടെൻഷനായാലും മുഖത്തൊക്കെ സ്വല്പം ടെൻഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇതുപോലൊരു ടെൻഷനുള്ള ആളൊന്നുമല്ല പോളച്ചൻ. ഇപ്രകാരം ചൊല്ലുണ്ട്,
മുഖപ്രസാദം വരപ്രസാദം. മുഖപ്രസാദം വരപ്രസാദം. അതാണ് പോളച്ചന്റെ മുഖത്തേക്കും അച്ഛൻ്റെ ഉള്ളിലേക്കും നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അനുനിമിഷം തൻ്റെ ജീവിതത്തെ ഈശോയ്ക്ക് ഒരു സമർപ്പണമായി, സ്നേഹബലിയായി, ദൈവത്തിന്റെ സ്ഥിതികാര്യമായി ബലിയർപ്പിച്ച ഒരു പൗരോഹിത്യ ജീവിതത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട പോളച്ചൻ. ഇപ്രകാരം ഞാൻ പറഞ്ഞ് നിർത്തുന്നു. യോഹന്നാൻ ശ്ലീഹ ഈശോയെ കുറിച്ച് തന്റെ ലേഖനത്തിൽ പറഞ്ഞതുപോലെ എനിക്ക് ഇപ്രകാരം പറയുവാൻ സാധിക്കും: ഞാൻ കണ്ടതും അറിയുന്നതും മനസ്സിലാക്കിയതും അച്ഛനെ കുറിച്ച് എനിക്ക് അറിയാവുന്നതുമായ കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ ഈ ജൂബിലി അവസരത്തിൽ ഈ കൃതജ്ഞതാബലിയുടെ ഭാഗത്തെ ഞാൻ പങ്കുവച്ചത്. നമുക്കെല്ലാം ഒന്നു ചേർന്ന് ബഹുമാനപ്പെട്ട പോളച്ചനെ പിതാവായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അച്ഛൻ്റെ മാതാപിതാക്കളെയും മരണമടഞ്ഞ സഹോദരങ്ങളെയും നമുക്കിപ്പോൾ പിതാവായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അച്ഛൻ്റെ മാതാപിതാക്കളെ നല്ലവണ്ണം അറിയാമായിരുന്നു. പ്രത്യേകിച്ച് അമ്മച്ചിയെ, ആ അമ്മച്ചിയുടെ വിശുദ്ധി എത്രയാണെന്ന് ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. അങ്ങനെയുള്ള ഒരു പുത്രനാണ് ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ജീവിതം ആഘോഷിക്കുന്നത്. നമുക്കും അച്ഛനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ആഘോഷത്തിൽ പങ്കെടുക്കാം. അവസാനമായി ഞാൻ പറഞ്ഞു നിർത്തുന്നു. ദൈവമേ, അങ്ങയുടെ അവർണ്ണനീയമായ ദാനത്തിന് എന്നേക്കും ഞങ്ങൾ നന്ദിയും സ്തുതിയും
സമ്മാനമേ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗ സമ്മാനമേ. ഹൃദയമൊരുക്കി ഞാൻ നാദാണയോ, സർവം അർപ്പിക്കാം എന്നിൽ അലിയോ. നീക്കണമേ കറകൾ, ചൊരിയണമേ കൃപകൾ. നീക്കണമേ കറകൾ, ചൊരിയണമേ കൃപകൾ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗ സമ്മാനമേ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം ഭോജ്യമേ, ദ്യോവിതിൻ യാത്രയിൽ എൻ്റെ ദിവ്യപാധേയമേ. കടലോളം സ്നേഹമായി മരുഭൂവാം മാനസേ, മലയോളം കൃപയുമായി കൃപ ചോർന്നിൻ ജീവനിൽ. കടലോളം സ്നേഹമായി മരുഭൂവാം മാനസേ, മലയോളം കൃപയുമായി കൃപ ചോർന്നിൻ ജീവനിൽ. സ്വർഗം എൻ സ്വന്തം, എന്നീശോ എൻ സ്വന്തം. ഹൃദയം പറുദീസ, എന്നീശോ എൻ ഭാഗ്യം. സ്വർഗം എൻ സ്വന്തം, എന്നീശോ എൻ സ്വന്തം. ഹൃദയം പറുദീസ, എന്നീശോ എൻ ഭാഗ്യം. അനവരതം കൃപ ചൊരിയും ഈശോയ്ക്കാരാധന. എത്ര സമുന്നതം ഇന്നു പുരോഹിത, നീ ഭരമേറ്റ വിശിഷ്ട സ്ഥാനം. എത്ര സമുന്നതമിന്നു പുരോഹിത, നീ ഭരമേറ്റ വിശിഷ്ട സ്ഥാനം. പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന റവറൻഡ് ഫാദർ പോൾ അരഞ്ഞാണിൽ MSFSന്റെ ഇന്നുവരെയുള്ള ജീവിതയാത്ര. ഇന്ത്യ സ്വാതന്ത്ര്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 8 മാസം കൂടി ബാക്കി നിൽക്കെ ഒരു മിടുക്കൻ പൈതൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഭൂജാതനായി. കേരള മണ്ണിൽ ഒരു അനുഗ്രഹമായി പിറന്നു വീണത് എറണാകുളം ജില്ലയിൽ പോത്താനിക്കാട് പഞ്ചായത്തിൽ അരഞ്ഞാണി സ്കറിയ മറിയം ദമ്പതികളുടെ 6ാമത്തെ കുഞ്ഞായിരുന്നു. പിന്നീട് ഇളയ മക്കൾ കൂടി ഈ കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ പോൾ നടുവൻ അല്ലെങ്കിൽ മിഡിൽ ചൈൽഡ് ആയിത്തീർന്നു. 5 പേർ മുകളിൽ, 5 പേർ താഴെ, 11 പേർ അടങ്ങുന്ന ഒരു ഹാപ്പി കുടുംബം. 3 സഹോദരന്മാരും 7 സഹോദരിമാരും. സംരക്ഷണ ബോധത്താൽ വലയം ചെയ്ത് ആത്മവിശ്വാസത്തോടെ വളരുവാൻ ഈ കുഞ്ഞിന് ദൈവം കൊടുത്ത സ്നേഹസമ്മാനം. ജനിച്ച് 7 ദിവസമായപ്പോൾ അന്നത്തെ പാരമ്പര്യമനുസരിച്ച് മാതാപിതാക്കളും വേണ്ടപ്പെട്ടവരും കുഞ്ഞിനെ ജ്ഞാനസ്നാന ശുശ്രൂഷയ്ക്കായി ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി.
സ്വന്തം ഇടവക ദേവാലയമായ പോത്താനിക്കാട് സെൻറ് സേവിയേഴ്സ് പള്ളിയിൽ ഈ കുഞ്ഞു പൈതൽ മാമോദീസ സ്വീകരിച്ചു. അത്യധികം ലാളനകൾ ഏറ്റുവാങ്ങി ആ കുഞ്ഞ് വലിയ സന്തോഷവാനായി വളർന്നു വന്നു. മുതിർന്നവരോടുകൂടി പുസ്തകമൊക്കെ പിടിച്ച് സ്കൂൾ യൂണിഫോമൊക്കെ അണിഞ്ഞ് ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞും കൂട്ടുകൂടി സ്കൂളിൽ പോകാൻ ഈ കുഞ്ഞു മനസ്സ് അത്യധികം ആഗ്രഹിച്ചു. അങ്ങനെ ആ ദിവസം സമാഗതമായി. 1955 ജൂൺ സ്കൂൾ തുറക്കുന്ന മാസം. സ്വന്തം നാടായ പോത്താനിക്കാട് സെൻറ് സേവിയേഴ്സ് LP സ്കൂൾ പുതിയ വിദ്യാർത്ഥിയായി 1ാം ക്ലാസ്സിൽ പേര് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ സ്കൂൾ പഠനത്തിന് പ്രാരംഭമിട്ടു. 1ാം ക്ലാസ് തുടങ്ങുന്നത് 8ാം വയസ്സിൽ. അന്നത്തെ കാലത്ത് കുട്ടികൾ മാതാപിതാക്കളുടെ കൂടെ കൂടുതൽ ചെറുപ്പം ചെലവഴിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണിത്. 3-4 വയസ്സുള്ളപ്പോഴേ പുസ്തകക്കെട്ടുമായി ഇന്നത്തേതുപോലെ സ്കൂളിലേക്ക് പോകേണ്ടിയിരുന്നില്ല അന്ന് എന്നർത്ഥം. 1956 9 വയസ്സുകാരനായ പോൾ ആദ്യ കുർബാനയും സ്ഥൈര്യലേപനവും മാമോദിസ സ്വീകരിച്ച സ്വന്തം ഇടവകയായ സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ പോത്താനിക്കാട് പള്ളിയിൽ സ്വീകരിച്ചു. അങ്ങനെ പ്രാരംഭ കൂദാശകളെല്ലാം പോൾ സ്വീകരിച്ച് യേശുവിനോടുള്ള ബന്ധം, തിരുസഭയുമായിട്ടുള്ള ബന്ധം സ്വമനസ്സാലെ ദൃഢപ്പെടുത്തുവാൻ തുടക്കമിട്ടു. 1960 13 വയസ്സുകാരൻ പോൾ 6ാം ക്ലാസ്സിലെത്തി. അങ്ങനെ പോത്താനിക്കാട് സെൻറ് മേരീസ് ഹൈസ്കൂളിൻ്റെ വിദ്യാർത്ഥിയായി. 1966 19 വയസ്സുകാരൻ പോൾ SSLC പാസ്സായി. ജീവിതത്തിൻ്റെ ഒരു പടിവാതിൽക്കൽ ഇനി എന്ത് എന്നുള്ള ചോദ്യവുമായി മുന്നോട്ട് സ്വപ്നതുല്യമായ ചിന്തകളോടെ ജീവിതത്തെ നോക്കാനും അവലോകനം ചെയ്യുവാനും തുടങ്ങി. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ആയിരുന്നപ്പോൾ തന്നെ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു എന്ന വചനം സാക്ഷാത്കാരമാകുമെന്നോണം SSLC പൂർത്തിയാക്കിയ 20 വയസ്സുകാരനായ പോൾ തിരഞ്ഞെടുത്തത് ഒരു മിഷനറി സന്യാസ വൈദികൻ ആകുക എന്നുള്ളതായിരുന്നു. അങ്ങനെ 1967 ജൂൺ 15 കോട്ടയം ജില്ലയിൽ ആറുമാനൂർ എന്ന സ്ഥലത്ത് MSFS സഭ വൈദിക പരിശീലനത്തിനു വേണ്ടി സ്ഥാപിച്ച മൗണ്ട് കാർമൽ സെമിനാരിയിൽ പോൾ ചേർന്നു. ഇതേ സെമിനാരി 1968 ഏറ്റുമാനൂരിലേക്ക് മാറ്റുകയും SFS സെമിനാരി എന്ന പേരിൽ MSFSൻ്റെ മൈനർ സെമിനാരിയായി സ്ഥിരമാവുകയും ചെയ്തു. പോൾ ആ പുതിയ സ്ഥലത്തേക്ക് മാറ്റപ്പെടുകയും മൈനർ സെമിനാരി പരിശീലനം പൂർത്തിയാക്കുകയും ചെയ്തു. 1967 ജൂൺ മാസത്തിൽ 22-കാരനായ പോൾ നിലമ്പൂരുള്ള MSFSൻ്റെ ഫാത്തിമാഗിരി മേജർ സെമിനാരിയിൽ ഫിലോസഫി പഠനം ആരംഭിച്ചു. 2 വർഷമായിരുന്നു ഫിലോസഫി കോഴ്സ് അഥവാ തത്വശാസ്ത്ര പഠനം. അങ്ങനെ 4 വർഷം കൊണ്ട് മൈനർ സെമിനാരിയും ഫിലോസഫിയും പൂർത്തിയാക്കിയ സെമിനാരിയനായ പോൾ അടുത്ത വലിയ കാൽവെപ്പ് നടത്തി. 1971 MSFSൻ്റെ വിശാഖപട്ടണത്തുള്ള സലേസ്യാനം എന്നു പേരുള്ള നോവിഷ്യേറ്റിൽ പ്രവേശിച്ചു. 1 കൊല്ലത്തെ നോവിഷ്യേറ്റ് 1972 പൂർത്തിയാക്കി. ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്ന വ്രതങ്ങൾ സ്വന്മനസ്സാലെ എടുത്തു. ഈ വ്രതവാഗ്ദാനത്തോടെ പോൾ ബ്രദർ പോളായി MSFS സഭയിലെ താൽക്കാലിക അംഗമായി. വൈദിക പരിശീലനം ഇനിയും ബാക്കിയുണ്ടായിരുന്നു. അടുത്ത പടി
റീജൻസി എന്ന് വിളിക്കുന്ന പ്രാക്ടിക്കൽ ഇയർ ആയിരുന്നു. ഇപ്പോൾ ബ്രദർ പോൾ ആയി മാറിയ വൈദിക വിദ്യാർത്ഥി അന്ന് MSFSന് അതിരമ്പുഴയിലുണ്ടായിരുന്ന അപ്പസ്തോലിക് സ്കൂളിൽ റീജിയൻസി തുടങ്ങി. 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അവിടെ താമസിച്ച് സ്കൂളിൽ പോവുകയും ദൈവവിളി വളർത്തുകയും ചെയ്യുന്ന ഇടമായിരുന്നു അപ്പസ്തോലിക് സ്കൂൾ. അതായത് ഒരു മിനിയേച്ചർ മൈനർ സെമിനാരി. ഇനി ബാക്കിയുള്ളത് 3 വർഷത്തെ ദൈവശാസ്ത്ര പഠനം അഥവാ തിയോളജി പഠനമായിരുന്നു. അങ്ങനെ 1972 ബാംഗ്ലൂർ സെന്റ് പീറ്റേഴ്സ് സെമിനാരിയിൽ MSFSന്റെ വിനയാലയ എന്ന ഫോർമേഷൻ ഹൗസിൽ താമസിച്ചുകൊണ്ട് ഡേ സ്കോളർ ആയി ദൈവശാസ്ത്ര പഠനം ആരംഭിച്ചു. ദൈവശാസ്ത്ര പഠനം തീരുന്നതിനോടൊപ്പം 1975 പല വിശേഷപ്പെട്ട കാര്യങ്ങൾ ബ്രദറിൻ്റെ ജീവിതത്തിൽ നടന്നു. 1975 ജനുവരി മാസം നിത്യവ്രത വാഗ്ദാനം നടത്തി. ജീവിതകാലം മുഴുവൻ ദാരിദ്ര്യം, അനുസരണം, ബ്രഹ്മചര്യം എന്നീ വ്രതങ്ങൾ ജീവിക്കുന്ന ഒരു സന്യാസിയായി തുടരാമെന്ന് പ്രതിജ്ഞാബദ്ധനായി വ്രതം നടത്തി. 1975 മാർച്ചിൽ ഡീക്കൻ പട്ടം അഥവാ ഷെമ്മാശൻ പട്ടം സ്വീകരിച്ചതിനു ശേഷം ഡീക്കൻ ശുശ്രൂഷ നടത്തുവാനായി ആന്ധ്രയിൽ മാടുകുള എന്ന മിഷനിലേക്ക് അയക്കപ്പെട്ടു. 1975 ഏപ്രിൽ മുതൽ ജൂലൈ വരെ ആയിരുന്നു ഈ കാലഘട്ടം. അങ്ങനെ ഡീക്കൻ ശുശ്രൂഷ ചെയ്ത ഡീക്കൻ പോൾ കുറച്ച് തെലുങ്ക് സംസാരിക്കുവാനും കഴിവ് നേടി. വൈദിക പരിശീലനത്തിൻ്റെ കടമ്പകൾ എല്ലാം പൂർത്തിയാക്കിയ ശേഷം വരാനിരിക്കുന്ന ആ വലിയ ദിവസം ആഗതമായി. അരഞ്ഞാണി കുടുംബാംഗങ്ങളെയും പോത്താനിക്കാട് ഇടവകയെയും MSFS സഭയെയും പുളകം കൊള്ളിച്ചുകൊണ്ട് 1975 ഓഗസ്റ്റ് 18 സ്വന്തം ഇടവക പള്ളിയായ പോത്താനിക്കാട് സെയിൻറ്റ് സേവിയേഴ്സ് ചർച്ചിൽ വെച്ച് അരഞ്ഞാണി കുടുംബത്തിലെ ബന്ധത്തിൽപ്പെട്ടതും ഡീക്കൻ പോളിൻ്റെ അങ്കിളുമായിരുന്ന കോതമംഗലം രൂപതാ മെത്രാൻ അഭിവന്യ മാർ മാത്യു പോത്തനാംകുഴിയുടെ കൈവെപ്പ് വഴി തിരുപ്പട്ടം സ്വീകരിച്ചു. അങ്ങനെ ഇതുവരെ ആയിരുന്ന സെമിനാരി വിദ്യാർത്ഥി പോൾ പടിപടിയായി ബ്രദർ പോൾ, ഡീക്കൻ പോൾ, ഫാദർ പോൾ എന്നീ തലങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടു. ആ ധന്യ ദിവസത്തിൽ 50 വർഷം മുൻപേ നടന്ന കർമ്മങ്ങളുടെ ഫോട്ടോകൾ ചരിത്രത്തിൻ്റെ ഒട്ടും മറക്കാനാവാത്ത പേജുകളിൽ നിന്ന് പോളച്ചനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും കണ്ണിലും ഹൃദയങ്ങളിലും സന്തോഷത്തിൻ്റെ മാലപ്പടക്കം തന്നെ പൊട്ടിവിടരട്ടെ. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം. എത്ര സമുന്നതമിന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം. അങ്ങനെ ഇതാ പോൾ അരഞ്ഞാണിൽ അച്ഛൻ തൻ്റെ മേലധികാരികളുടെ ഉത്തരവിനായി കാത്തിരിക്കുന്ന സമയം. ഒരു നവവൈദികൻ എത്രമാത്രം തീക്ഷ്ണതയോടെ തൻ്റെ ശുശ്രൂഷ മേഖലയ്ക്ക് വേണ്ടി വെമ്പൽ കൊള്ളുന്നു. ജനങ്ങളുടെ ഇടയിലേക്ക്, ജനങ്ങളുടെ മധ്യത്തിലേക്ക് സുവിശേഷവുമായി അയക്കപ്പെടുവാൻ തീവ്രമായ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ദിവസങ്ങൾ. ആന്ധ്രയിലാണോ കേരളത്തിൽ തന്നെയാണോ എന്നുള്ള ഒറ്റ ചോദ്യം മാത്രം. അതെ, എല്ലാം തെളിവായി. സംശയങ്ങൾ എല്ലാം അകന്നു. നവവൈദികൻ പോൾ അരഞ്ഞാണിൽ അച്ഛന് ആദ്യത്തെ നിയമനം 1975 സെപ്റ്റംബർ 18
ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഹൈ റേഞ്ചിലുള്ള മുണ്ടി എരുമയിലെ സെയിൻറ്റ് മേരീസ് ഇടവകയിൽ അസിസ്റ്റന്റ് വികാരി. വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ആ പ്രദേശത്തേക്ക് കടന്നു ചെല്ലുക എന്നുള്ളത് ഒരു മിഷണറി വൈദികന് സത്യമായും ഉല്ലാസമായിരുന്നു. ആദ്യത്തെ ഇടവക എന്ന് പറഞ്ഞാൽ എത്രയോ വേദികളാണ് ഒരു കൊച്ചച്ഛന് സമ്മാനിക്കുന്നത്. കഷ്ടപ്പെട്ട് ജീവിതത്തെ നേരിടേണ്ടി വരുന്നവരുടെ ഒപ്പം ഒരു താങ്ങായി അവർക്ക് സുവിശേഷത്തിൻ്റെ ഊർജം പകരുവാനായി കിട്ടിയ സുവർണാവസരം. ഇന്ന് അതിൻ്റെ യഥാർത്ഥ ഗോൾഡൻ ജൂബിലി ആഘോഷമായിരിക്കുന്നു. 7 മാസത്തെ ആ പ്രധാനപ്പെട്ട തുടക്കമിടിയിലിനു ശേഷം 1976 മെയ് മാസത്തിൽ പോളച്ചൻ്റെ അതീവ ശുഷ്കാന്തി കണ്ട മേലധികാരികൾ ആ യുവത്തടമ്പായ പോളച്ചനെ വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. MSF സഭയുടെ സ്വന്തമായ നിലമ്പൂർ ചോക്കാടെന്ന സ്ഥലത്തെ എസ്റ്റേറ്റിൻ്റെ മാനേജർ സ്ഥാനം റബ്ബർ, തെങ്ങ്, കവുങ്ങ് എന്നിവയുടെ വിളനിലമായ 100 ഏക്കർ സ്ഥലം, ഓരോ ദിവസവും 100 ഏക്കർ സ്ഥലത്തൂടെ പണിക്കാരോടൊപ്പം ഒരു കൃഷിക്കാരനാകുക, അതോടൊപ്പം ചുറ്റുപാടുമുള്ള പള്ളികളിൽ അജഗണ ശുശ്രൂഷയ്ക്ക് ലഭ്യമായിരിക്കുക. 5 വർഷം ആ കർമ്മം സ്തുത്യർഹമായ രീതിയിൽ കൈകാര്യം ചെയ്ത പോളച്ചൻ അനുഭവ സമ്പത്തിൽ വളരുകയായിരുന്നു. കൃഷിയുടെ വിളവെടുപ്പ്, പലതരം മരങ്ങൾ വളർത്തുവാൻ ഭൂമി ഒരുക്കേണ്ടത്, വളങ്ങൾ ഉപയോഗിക്കേണ്ടത്, പണിക്കാരെ വേണ്ടിടത്ത് ഉപയോഗിക്കേണ്ടത്, കൂലി കൊടുക്കേണ്ടത്, ആദായം വർദ്ധിപ്പിക്കേണ്ടത്, എല്ലാം വീണ്ടും ഇനിയും പല മേഖലകളിലും പരിചയസമ്പന്നനാകേണ്ടതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ മേലധികാരികൾ പോളച്ചനെ പിന്നീട് അയച്ചത് ആന്ധ്രയിലേക്കാണ്. ആന്ധ്ര ആയിരുന്നു MSFസിൻ്റെ മുഖ്യ സംസ്ഥാനം. സെക്കുന്തരാബാദ് എന്ന നഗരത്തിൽ MSFസിൻ്റെ സ്വന്തം മേൽനോട്ടത്തിലുള്ള SFS ഇടവകയിലെ അസിസ്റ്റന്റ് ആയി പോളച്ചൻ നിയമിതനായി. കേരളത്തിൽ നിന്നും ഭിന്നമായ സംസ്കാരം, ആൾക്കാർ, ഭാഷ, ഭക്ഷണം ഒരു മിഷണറിയെ പുളകം കൊള്ളിക്കേണ്ട ഒരു അവസരം പോളച്ചൻ വിട്ടുകൊടുത്തില്ല. ഡീക്കനായിരുന്നപ്പോൾ പഠിച്ചു വച്ചിരുന്ന ആ കുറച്ച് തെലുഗു ഭാഷയുടെ വെളിച്ചത്തിൽ തീഷ്ണമതിയായ പോളച്ചൻ തൻ്റെ എളിയ പെട്ടിയും ഉടുതുണികളുമായി അവിടെ എത്തി. 8 മാസം അവിടെ പൂർത്തിയാക്കിയപ്പോൾ മേലധികാരികൾക്ക് തോന്നി, കേരളത്തിൽ മിഷൻ പ്രദേശങ്ങളുണ്ടല്ലോ, പോളച്ചൻ അതിന് മിടുക്കനാണല്ലോ എന്ന്. അങ്ങനെ MSFS പുതിയതായി കേരളത്തിലും മിഷൻ ഇടവകകൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി കൊല്ലം ജില്ലയിലെയും രൂപതയിലെയും പത്തനാപുരം എന്ന സ്ഥലത്തെ സെയിൻറ്റ് ആൻസ് പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായി ചാർജ് എടുത്തു. 3 വർഷത്തെ അവിടുത്തെ ജനങ്ങളുമായ ഇടപെടലുകൾക്ക് ശേഷം അതേ പള്ളിയിൽ 1984 വികാരിയായി നിയമിതനായി. അങ്ങനെ പ്രായത്തിലും ജ്ഞാനത്തിലും അനുസരണത്തിലും പോളച്ചൻ കർത്താവിൻ്റെ വിശ്വസ്തനായി വളർന്നുകൊണ്ടേയിരുന്നു. കൊല്ലം രൂപതയിൽ നിന്നും അക്കാലത്ത് പുതുതായി രൂപം കൊണ്ട പുനലൂർ രൂപതയിൽ പഴകുളം ഇടവകയുടെ വികാരിയായി 1987 മുതൽ 1990 വരെ സേവനം ചെയ്യുകയും ചെയ്തു. തൻ്റെ പൗരോഹിത്യം പടിപടിയായി അതിൻ്റെ ഉയർച്ചയിലൂടെ പോളച്ചനെ കരുത്തുള്ളവനാക്കി മാറ്റുകയായിരുന്നു. പല ഘട്ടങ്ങളിലൂടെ, പല വേദികളിലൂടെ, പല ഇടപെടലുകളിലൂടെ
വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ പോളച്ചൻ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ കാര്യങ്ങളിലേക്ക് വിളിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ യുവവൈദികനിൽ നിന്നും ഒക്കെ വളരെ ദൂരെ പക്വത നിറഞ്ഞ വീക്ഷണത്തോടു കൂടിയ ഒരു പുരോഹിതൻ, ഒരു മിഷണറി, ഒരു സന്യാസി പോളച്ചനിൽ രൂപം പ്രാപിച്ചു. 1990 മുതൽ 1992 വരെ സഭയുടെ ഏറ്റുമാനൂരിലുള്ള SFS മൈനർ സെമിനാരിയുടെ അഡ്മിനിസ്ട്രേറ്ററായി ചാർജ് എടുക്കുന്നത് ഒരു സീനിയർ പ്രീസ്റ്റ് ആകുന്നതിൻ്റെ ആദ്യഘട്ടമെന്ന് പറയാം. സെമിനാരിയിലെ ഓടിച്ചാടി നടക്കുന്ന വൈദിക വിദ്യാർത്ഥികളോടൊപ്പം തോളുരുമ്മുകയും അവരുടെ ദൈവവിളിയുടെ വളർച്ചയിൽ പങ്കുകാരനാകാനും സെമിനാരിയുടെ സമ്പത്ത് വേണ്ടവിധം ക്രമീകരിച്ച് അവിടുത്തെ ദൈനംദിന ആവശ്യങ്ങൾ ഒരു കുറവും കൂടാതെ നടത്തുവാനും ഉള്ള ഒരു ശുശ്രൂഷയായിരുന്നു പോളച്ചൻ്റേത്. എല്ലായിടത്തും വിജയിച്ചിട്ടുള്ള പോളച്ചൻ അതും വലിയ സ്നേഹത്തോടെ നിർവഹിച്ചു. ഒരു സെമിനാരിയുടെ അന്തരീക്ഷത്തിൽ നിന്നും പോളച്ചൻ വീണ്ടും വിളിക്കപ്പെട്ടത് 1992 മുതൽ 1998 വരെ പുനലൂർ രൂപതയിൽ MSF സഭയുടെ മേൽനോട്ടത്തിലുള്ള അടൂർ ടൗണിലെ സെയിൻറ്റ് ജോൺ ഓഫ് ദ ക്രോസ് റോമൻ കാത്തലിക് ചർച്ചിലെ വികാരിയും അവിടുത്തെ MSFS ആശ്രമം ആയ സാലസ് ഭവൻ സുപ്പീരിയറും ആയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ അജഗണ ശുശ്രൂഷയിലുള്ള പ്രാവീണ്യവും ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുവാനുള്ള പ്രത്യേക ശൈലിയും ആരെയും കയ്യിലെടുക്കുന്ന വാക്ചാതുര്യവും എല്ലാം സോഫ്റ്റായി ഹാൻഡിൽ ചെയ്യുവാനുള്ള പ്രത്യേക വശീകരണ ശക്തിയും പോളച്ചനെ നല്ലവണ്ണം ദൈവരാജ്യത്തിനും ദൈവമഹത്വത്തിനും വേണ്ടി ഉപയോഗിക്കുവാൻ മേലധികാരികളെ കൂടുതൽ പ്രേരിപ്പിച്ചു. വീണ്ടും തൃശ്ശൂർ രൂപതയിലെ ചിറക്കക്കോട്ട് ഇടവക വികാരിയായും താളിക്കോട് MSFS സുപ്പീരിയറായും 1998 മുതൽ 2002 വരെ പ്രവർത്തിച്ചു. ഈ കാലയളവിലായിരുന്നു പോളച്ചൻ്റെ പൗരോഹിത്യത്തിൻ്റെ സിൽവർ ജൂബിലി. 1975 തുടങ്ങിയ പൗരോഹിത്യം 2000 സിൽവർ ജൂബിലി വർഷമായി മാറി. പോളച്ചൻ ജൂബിലി ആഘോഷിച്ചത് അന്നത്തെ തൃശ്ശൂർ അതിരൂപതയുടെ അധ്യക്ഷൻ മാർ ജേക്കബ് തൂങ്കുഴി പിതാവിൻ്റെ പ്രത്യേക സാന്നിധ്യത്തിലായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ഒന്നുകൂടി പോളച്ചനെയും നമ്മൾ ഏവരെയും നന്ദിയുള്ളവരും ആഹ്ലാദ ചിത്തരുമാക്കട്ടെ. സിൽവർ ജൂബിലി ആഘോഷിച്ചാൽ പിന്നെ ഒരു പുരോഹിതൻ്റെ മനോഭാവം വേറൊരു തലത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ഇരുത്തം വന്ന ഒരച്ഛനായിട്ട് പിന്നീട് അറിയപ്പെടും. ഇരുത്തം വന്നാൽ ഒരിടത്തും മേലധികാരികൾ ഇരുത്തുകയില്ല താനും. 25 വർഷത്തെ വിശ്വസ്തമായ സേവനത്തിലൂടെ ഒരു പുരോഹിതൻ നേടിയെടുക്കുന്നത് കൂടുതൽ വിശ്വാസ്യതയും ഉത്തരവാദിത്തങ്ങളും. പിന്നെയും തുടർന്ന് പോളച്ചൻ കൂടുതൽ ഉന്മേഷത്തോടെ, കൂടുതൽ തിളക്കത്തോടെ, കൂടുതൽ ഉയർത്തപ്പെട്ടതും അഭിഷേകം ചെയ്യപ്പെട്ടതുമായ മനസ്സാക്ഷിയോടെ 2002 മുതൽ 2008 വർഷം വരെ നീണ്ട 6 വർഷം വീണ്ടും പോളച്ചൻ നിലമ്പൂരുള്ള ചോക്കാട് വിനയകുമാർ എസ്റ്റേറ്റിൻ്റെ മാനേജറും MSFS ആശ്രമത്തിൻ്റെ സുപ്പീരിയറും തൊട്ടടുത്തുള്ള മാനന്തവാടി രൂപതയിലെ ഒരു മിഷൻ സെൻ്ററായ TK കോളനി സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ വികാരിയായും MSFSൻ്റെ സ്വന്തമായ തേൾപ്പാറ എന്ന സമീപ പ്രദേശത്തുള്ള NAM സ്കൂളിൻ്റെ മാനേജറായും
ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു. നോക്കിക്കേ, സിൽവർ ജൂബിലി ആഘോഷിച്ചവന് കിട്ടിയ പണി അല്ലെങ്കിൽ സമ്മാനം. ഒറ്റയടിക്ക് 4 ചുമതലകൾ: എസ്റ്റേറ്റ് മാനേജർ, ആശ്രമ സുപ്പീരിയർ, മിഷൻ പള്ളി വികാരി, സ്കൂൾ മാനേജർ. പക്ഷേ പോളച്ചൻ മിടുക്കനായിരുന്നു. ശരീരത്തിൽ വലിയ ക്ഷീണം കാണിച്ചില്ലെങ്കിലും ശിരസിൽ അത് കാണിച്ച് തുടങ്ങിയിരുന്നു. ഒരു മിഷണറി ഐക്യപ്പെടുന്നവനാണ്. ഒരു സന്യാസി പ്രാർത്ഥനയിൽ ദൈവഹിതം ആരായുന്നവനാണ്. ഒരു പുരോഹിതൻ അജഗണത്തെ ദൈവവചനത്താലും കൂദാശകളാലും ഒപ്പം നിന്ന് തീറ്റിപ്പോറ്റുന്നവനാണ്. പോളച്ചനെ കാത്ത് പ്രദേശങ്ങളും ജനങ്ങളും ഇനിയും കാത്തിരിപ്പുണ്ടായിരുന്നു. ഇനിയും വേറെ ഗ്രാമങ്ങളിൽ പോയി എനിക്ക് സുവിശേഷം അറിയിക്കുവാനുണ്ടെന്ന് യേശുനാഥൻ തന്നെ പറഞ്ഞിട്ടില്ലേ? വയലുകൾ വളരെയേറെയെന്ന് പറഞ്ഞ് ഈശോ നെടുവീർപ്പിട്ടിട്ടില്ലേ? ദൈവം പോളച്ചനെ മേലധികാരികളുടെ കരങ്ങളിലൂടെ നല്ലവണ്ണം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള തെളിവാണ് ഇതെല്ലാം. 2008 മുതൽ 2011 വരെ വിജയപുരം രൂപതയിൽ കട്ടപ്പന പ്രദേശത്ത് ചപ്പാത്ത് എന്ന സ്ഥലത്തെ സെയിൻറ്റ് ആൻ്റണീസ് ചർച്ച് അസിസ്റ്റൻ്റ് വികാരിയായും 2011 മുതൽ 2012 വരെ അതിൻ്റെ വികാരിയായും ശുശ്രൂഷ നടത്തി. 2012 മുതൽ 2016 വരെ വിജയപുരം രൂപതയിലെ തന്നെ കട്ടപ്പന ഭാഗത്തുള്ള 20 ഏക്കർ എന്ന സ്ഥലത്ത് പുതുതായി സ്ഥാപിച്ച സെയിൻറ്റ് ജോസഫ് ചർച്ചിലെ വികാരിയായി, അതേസമയം അവിടെ തന്നെയുള്ള MSFS ആശ്രമത്തിൻ്റെ സുപ്പീരിയർ സ്ഥാനവും നിർവഹിച്ചു. ഇനി പോളച്ചനെ കാണുന്നത് എറണാകുളം അതിരൂപതയിലെ ചേർത്തലയ്ക്കടുത്തുള്ള മാടയ്ക്കൽ സെയിൻറ്റ് ജോസഫ് ദേവാലയത്തിൻ്റെ വികാരിയായിട്ടാണ്. 2016 മുതൽ 2020 വരെ പോളച്ചൻ്റെ ശുശ്രൂഷ വിലമതിച്ച ആലഞ്ചേരി പിതാവും സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് പിതാവും ജോസഫ് പുത്തൻപുര പിതാവും പോളച്ചനോട് എറണാകുളം അതിരൂപതയിൽ തന്നെ തുടരുവാൻ നിർബന്ധിച്ചു. അങ്ങനെ 2020 മുതൽ 2022 ഒക്ടോബർ വരെ എറണാകുളം അതിരൂപതയുടെ മുരിങ്ങൂർ എന്ന സ്ഥലത്തുള്ള സെയിൻറ്റ് ജോസഫ് ചർച്ച് സാൻചോ നഗറിൽ വികാരിയായി തുടർന്നു. കോവിഡ് കാലം ഈ ലോകത്തെ ഭരിച്ചപ്പോൾ പലയിടത്തും പല മാറ്റങ്ങളും സംഭവിച്ചുവല്ലോ. പ്രതിരോധ ശക്തിയിൽ മികച്ച റെക്കോർഡുള്ള പോളച്ചൻ ദൈവകൃപയാൽ എല്ലാ പ്രതികൂലങ്ങളെയും അതിജീവിച്ചിട്ടുണ്ട്. ദൈവം കൂടെയുള്ളപ്പോൾ എന്തെനിക്ക് പ്രതികൂലം എന്ന പൗലോസ് അപ്പോസ്തലൻ്റെ യുദ്ധമനോഭാവമാണ് പോളച്ചൻ്റേത്. 2022 ഒക്ടോബർ മുതൽ ഇന്നേ ദിവസം വരെ തൃശ്ശൂർ അതിരൂപതയിലെ പട്ടിക്കാട് MSFS ആശ്രമത്തിൻ്റെയും ധ്യാന കേന്ദ്രത്തിൻ്റെയും സുപ്പീരിയറായും അനുബന്ധിച്ചിട്ടുള്ള വസ്തുക്കളുടെ അഡ്മിനിസ്ട്രേറ്ററായും ഓടി നടന്ന് ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുകയാണ് പോളച്ചൻ ഇപ്പോൾ. ആദരണീയനായ പോളച്ചൻ വളരെ ഉഷാറോടുകൂടി ജൂബിലി ആഘോഷിക്കുന്നത് കാണുമ്പോൾ എങ്ങനെ ദൈവത്തിന് നന്ദി പറയാതിരിക്കും? എങ്ങനെ കൈയടിച്ച് ഉച്ചത്തിൽ ദൈവസ്തുതി ഗീതം പാടാതിരിക്കാൻ പറ്റും? നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. ഈ 50 വർഷത്തെ കാലയളവിൽ എത്രയോ പിതാക്കന്മാരുടെ പകരക്കാരനായി ഇടവകകളിൽ ശുശ്രൂഷ ചെയ്തു. എത്രയോ പ്രൊവിൻഷ്യൽമാരുടെ പകരക്കാരനായി MSFS സഭയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു.
എത്രയോ ദൈവജനത്തിൻ്റെ ജീവിത ക്ലേശങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും നല്ല ഇടയനായി നിലകൊണ്ടു. എത്രയോ നാനാജാതി മതസ്ഥരുടെ ഇടയിൽ ആവേശമായി മാറി. പോത്താനിക്കാട് അരഞ്ഞാണി കുടുംബത്തിലെ സ്കറിയയുടെയും മറിയത്തിൻ്റെയും മകൻ പോൾ 11 പേരുള്ള ഒരു വലിയ കുടുംബത്തിലെ 6-ാമൻ. വേറെ 3 സഹോദരികൾ സമർപ്പണ ജീവിതം തിരഞ്ഞെടുത്തവർ. മരിച്ചുപോയ കുടുംബാംഗങ്ങൾ സ്വർഗത്തിലായിരുന്നു കൊണ്ട് ഭൂമിയിൽ നടക്കുന്ന ഈ സുവർണ ജൂബിലി ആഘോഷത്തെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ഈ ധന്യ കുടുംബത്തിലൂടെ MSF സഭയ്ക്ക് കിട്ടിയ പോൾ അരഞ്ഞാണി എന്ന വലിയ ദാനത്തെ ഓർത്ത് MSF സഭ ആഹ്ലാദിച്ച് ഉല്ലസിക്കുന്നു. അച്ഛൻ ശുശ്രൂഷ ചെയ്ത രൂപതകളിലെ എല്ലാ ഇടവക ജനങ്ങളും ഹല്ലേലൂയ പാടുന്നു. സുവർണ ജൂബിലിയുടെ ഹർഷാരവം പോളച്ച അങ്ങയുടെ ഹൃദയത്തെ ആനന്ദപുളകമാക്കട്ടെ. ജൂബിലിയുടെ ശോഭ മങ്ങാതെ തുടർന്നും തിളങ്ങി ജ്വലിക്കട്ടെ. ഈശോയുടെ മുഖമായി മാറാൻ, ഈശോയുടെ ബലി പോലാകാൻ ഒരുപാട് നിലവിളികൾക്കായെന്നും ഈശോ ഒരുക്കും ഉത്തരമല്ലോ ദൈവവിളി. ഈശോയുടെ മുഖമായി മാറാൻ, ഈശോയുടെ ബലി പോലാകാൻ ഒരുപാട് നിലവിളികൾക്കായെന്നും ഈശോ ഒരുക്കും ഉത്തരമല്ലോ ദൈവവിളി. എഴുന്നേറ്റ് നിന്ന് കൈകളടിച്ച് സന്നിഹിതരായിട്ടുള്ള എല്ലാ വൈദികരുടെ അകമ്പടിയോടെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ സ്നേഹഭാജനമായ ഫാദർ പോൾ അരഞ്ഞാണിൽ അച്ഛനെ അൾത്താരയിലേക്ക് പ്രാർത്ഥനയിൽ നമുക്ക് പ്രതിഷ്ഠിക്കാം. ഈ ജൂബിലി കുർബാനയിൽ അത്യധികം നന്ദിയോടും ഭക്തിയോടും നമുക്ക് പങ്കെടുക്കാം. സന്യസ്തരായി വൈദികരായൻ സഭയിൽ വിനീത ശുശ്രൂഷ ചെയ്യാൻ സന്തോഷമോടെ പൊൻകുഞ്ഞുങ്ങളെ സമർപ്പിച്ച മാതാപിതാക്കളെ, സന്യസ്തരായി വൈദികരായി സഭയിൽ വിനീത ശുശ്രൂഷ ചെയ്യാൻ സന്തോഷമോടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച മാതാപിതാക്കളെ, അനുഗ്രഹീതർ നിങ്ങൾ ഈ ഭൂമിയിൽ, അനുപമം നിങ്ങൾ തൻ ത്യാഗാർപ്പണം. അസൂയയോടെ ഞങ്ങൾ മാലാഖമാർ അമൂല്യരാം നിങ്ങളെ നോക്കിടുന്നു. അനുഗ്രഹീതർ നിങ്ങൾ ഈ ഭൂമിയിൽ, അനുപമം നിങ്ങൾ തൻ ത്യാഗാർപ്പണം. അസൂയയോടെ ഞങ്ങൾ മാലാഖമാർ അമൂല്യരാം നിങ്ങളെ നോക്കിടുന്നു. പ്രാണൻ പകുത്തേകും പോലെ നിങ്ങൾ പ്രിയമക്കളെ നൽകി എൻ കൈകളിൽ. പ്രഭാതം
ശൂന്യത തൻ വേദന പുഞ്ചിരിയാൽ മറച്ചു. വിശുദ്ധ വസ്ത്രം അവരണിയുന്ന നാൾ വിരലിലെണ്ണി നിങ്ങൾ കാത്തിരുന്നു. അനുഗ്രഹീതർ നിങ്ങൾ ഈ ഭൂമിയിൽ, അനുപമം നിങ്ങൾ തൻ ത്യാഗാർപ്പണം. അസൂയയോടെ ഞങ്ങൾ മാലാഖമാർ അമൂല്യരാം നിങ്ങളെ നോക്കിടുന്നു. അനുഗ്രഹീതർ നിങ്ങൾ ഈ ഭൂമിയിൽ, അനുപമം നിങ്ങൾ തൻ ത്യാഗാർപ്പണം. അസൂയയോടെ ഞങ്ങൾ മാലാഖമാർ അമൂല്യരാം നിങ്ങളെ നോക്കിടുന്നു. എല്ലായിടത്തുമൻ സുവിശേഷത്തിൻ എരിദീപമായവർ ശോഭിക്കുമ്പോൾ പ്രിയ സൂനുവാമീശുവിനായി ഏറെ പ്രയാസങ്ങൾ നേരിടുമ്പോൾ മക്കളവരെ വളർത്തിയോരാ മാതാപിതാക്കളെ വന്യർ നിങ്ങൾ. മണ്ണുമീ വിണ്ണും നിങ്ങൾക്കായെന്നും മംഗളഗാനങ്ങൾ പാടിടുന്നു. സന്യസ്തരായി വൈദികരായൻ സഭയിൽ വിനീത ശുശ്രൂഷ ചെയ്യാൻ സന്തോഷമോടെ പൊൻകുഞ്ഞുങ്ങളെ സമർപ്പിച്ച മാതാപിതാക്കളെ. അനുഗ്രഹീതർ നിങ്ങൾ ഈ ഭൂമിയിൽ, അനുപമം നിങ്ങൾ തൻ ത്യാഗാർപ്പണം. അസൂയയോടെ ഞങ്ങൾ മാലാഖമാർ അമൂല്യരാം നിങ്ങളെ നോക്കിടുന്നു. അനുഗ്രഹീതർ നിങ്ങൾ ഈ ഭൂമിയിൽ, അനുപമം നിങ്ങൾ തൻ ത്യാഗാർപ്പണം. അസൂയയോടെ ഞങ്ങൾ മാലാഖമാർ അമൂല്യരാം നിങ്ങളെ നോക്കിടുന്നു. ഈശോയുടെ മുഖമായി മാറാൻ, ഈശോയുടെ ബലി പോലാകാൻ ഒരുപാട് നിലവിളികൾക്കായെന്നും ഈശോ ഒരുക്കും ഉത്തരമല്ലോ ദൈവവിളി. ഈശോയുടെ മുഖമായി മാറാൻ, ഈശോയുടെ ബലി പോലാകാൻ ഒരുപാട് നിലവിളികൾക്കായെന്നും ഈശോ ഒരുക്കും ഉത്തരമല്ലോ ദൈവവിളി. ഒരുക്കും ഉത്തരമല്ലോ ദൈവവിളി.
തൻ്റെ ജനത്തിൻ്റെ കൂടെ നടന്നിടുവാൻ തന്നോടകലാതവരെ എന്നും നയിച്ചിടുവാൻ തന്റെ ജനത്തിൻ്റെ കൂടെ നടന്നിടുവാൻ തന്നോടകലാതവരെ എന്നും നയിച്ചിടുവാൻ ഈ അഭിഷിക്തനെ നിത്യപുരോഹിതൻ ഈശോനാഥൻ തന്ന ദിനം ഈ അഭിഷിക്തനെ ഈശോനാഥൻ ദൈവജനത്തിന് തന്ന ദിനം പാടാമൊന്ന ഒരു മനമോടെ ഈ നൽസുദിനത്തിൽ ജൂബിലി ഗാനം ഇനിയും മേറെ ദൂരം താണ്ട മിശിഹാനാഥൻ കൃപയരുളട്ടെ ബലിവേദിയിലെന്നും സ്നേഹം പങ്കിടുവാൻ വിശ്വാസത്തിൻ ദീപം എങ്ങും പകർന്നിടുവാൻ ബലിവേദിയിലെന്നും സ്നേഹം പങ്കിടുവാൻ വിശ്വാസത്തിൻ ദീപം എന്നും പകർന്നിടുവാൻ ഈ അഭിഷിക്തനെ നിത്യപുരോഹിതൻ ഈശോനാഥൻ തന്ന ദിനം ഈ അഭിഷിക്തനെ ഈശോനാഥൻ ദൈവജനത്തിന് തന്ന ദിനം പാടാമൊന്ന ഒരു മനമോടെ ഈ നൽസുദിനത്തിൽ ജൂബിലി ഗാനം ഇനിയും മേറെ ദൂരം താണ്ട മിശിഹാനാഥൻ കൃപയരുളട്ടെ ഈശോയുടെ മുഖമായി മാറാൻ ഈശോയുടെ ബലി പോലാകാൻ ഒരുപാട് നിലവിളികൾക്കായെന്നും ഈശോ ഒരുക്കും ഉത്തരമല്ലോ ദൈവവിളി ഈശോയുടെ മുഖമായി മാറാൻ ഈശോയുടെ ബലി പോലാകാൻ ഒരുപാട് നിലവിളികൾക്കായെന്നും ഈശോ ഒരുക്കും ഉത്തരമല്ലോ ദൈവവിളി ഒരുക്കും ഉത്തരമല്ലോ ദൈവവിളി ഒരുക്കും ഉത്തരമല്ലോ ദൈവവിളി. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം എത്ര സമുന്നതമിന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം അഗ്നിമയന്മാർ ദിവ്യാരൂപികളായതിൽ അത്ഭുതമാർന്നിടുന്നു എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം കീർത്തി
കീർത്തിതനത്രേ ഗബ്രിയേലെന്നും ശുദ്ധ മീഖായേൽ പരമോന്നതനും കീർത്തിതനത്രേ ഗബ്രിയേലെന്നും ശുദ്ധ മീഖായേൽ പരമോന്നതനും അവരുടെ സാർത്ഥക നാമം തന്നെ അവരുടെ സാർത്ഥക നാമം തന്നെ തെളിയിക്കുന്നൊരു സത്യമീതല്ലോ എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ പരമേറ്റ വിശിഷ്ടസ്ഥാനം എങ്കിലുമിന്നു പുരോഹിത നിരയോടവരെ എല്ലാം തുലനം ചെയ്താൽ എങ്കിലുമിന്നു പുരോഹിത നിരയോടവരെ എല്ലാം തുലനം ചെയ്താൽ ദൈവികദൂതൻ മാരവരണിയും ദൈവികദൂതൻ മാരവരണിയും പദവികൾ നിതരാം നിസ്സാരങ്ങൾ എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ പരമേറ്റ വിശിഷ്ടസ്ഥാനം എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ പരമേറ്റ വിശിഷ്ടസ്ഥാനം എത്ര സമുന്നതമിന്നു പുരോഹിത നീ പരമേറ്റ വിശിഷ്ടസ്ഥാനം അഗ്നിമയന്മാർ ദിവ്യാരൂപികളായതിൽ അത്ഭുതമാർന്നിടുന്നു എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ പരമേറ്റ വിശിഷ്ടസ്ഥാനം കീർത്തിതനത്രേ ഗബ്രിയേലെന്നും ശുദ്ധ മീഖായേൽ പരമോന്നതനും കീർത്തിതനത്രേ ഗബ്രിയേലെന്നും ശുദ്ധ മീഖായേൽ പരമോന്നതനും അവരുടെ സാർത്ഥക നാമം തന്നെ അവരുടെ സാർത്ഥക നാമം തന്നെ തെളിയിക്കുന്നൊരു സത്യമീതല്ലോ എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ പരമേറ്റ വിശിഷ്ടസ്ഥാനം എങ്കിലുമിന്നു പുരോഹിത നിരയോടവരെ എല്ലാം തുലനം ചെയ്താൽ എങ്കിലുമിന്നു പുരോഹിത നിരയോടവരെ എല്ലാം തുലനം ചെയ്താൽ ദൈവികദൂതൻ മാരവരണിയും ദൈവികദൂതൻ മാരവരണിയും പദവികൾ നിതരാം നിസ്സാരങ്ങൾ എത്ര സമുന്നതം
ഉന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം. ജൂബിലി തന്നിറവിൽ ശോഭിതമീ സുദിനം ചൊരിയുഗദാസരിൽ നിരതം നിൻ തിരുകൃപനാഥ. ജൂബിലി തന്നിറവിൽ ശോഭിതമീ സുദിനം ചൊരിയുഗദാസരിൽ നിരതം നിൻ തിരുകൃപനാഥ. ഒരു മെഴുതിരി പോലെരിയാൻ ഉരുകി ഉരുകി തെളിയാൻ ഒരു മെഴുതിരി പോലെരിയാൻ ഉരുകി ഉരുകി തെളിയാൻ ഒരു ജന്മമേകിയ ധന്യൻ നീ നിരതം പ്രാർത്ഥനയേകാം. ഒരു ജന്മമേകിയ ധന്യൻ നീ നിരതം. ഈശോയുടെ മുഖമായി മാറാൻ ഈശോയുടെ ബലി പോലാകാൻ ഒരുപാട് നിലവിളികൾക്കായെന്നും ഈശോ ഒരുക്കും ഉത്തരം
ദൈവവിളി. ഈശോയുടെ മുഖമായി മാറാം, ഈശോയുടെ ബലി പോലാകാം, ഒരുപാട് നിലവിളികൾക്കായെന്നും ഈശോ ഒരുക്കും ഉത്തരമല്ലോ ദൈവവിളി, ഒരുക്കും ഉത്തരമല്ലോ ദൈവവിളി. തൻ്റെ ജനത്തിൻ്റെ കൂടെ നടന്നിടുവാൻ തന്നോടകലാതവരെ എന്നും നയിച്ചിടുവാൻ തന്റെ ജനത്തിൻ്റെ കൂടെ നടന്നിടുവാൻ തന്നോടകലാതവരെ എന്നും നയിച്ചിടുവാൻ ഈ അഭിഷിക്തനെ നിത്യപുരോഹിതൻ ഈശോനാഥൻ തന്ന ദിനം. ഈ അഭിഷിക്തനെ ഈശോനാഥൻ ദൈവജനത്തിന് തന്ന ദിനം. പാടാമൊന്നാ ഒരു മനമോടെ ഈ നൽസുദിനത്തിൽ ജൂബിലി ഗാനം. ഇനിയും മേറെ ദൂരം താണ്ടാ മിശിഹാനാഥൻ കൃപയരുളട്ടെ. ബലിവേദിയിലെന്നും സ്നേഹം പങ്കിടുവാൻ വിശ്വാസത്തിൻ ദീപം എങ്ങും പകർന്നിടുവാൻ ബലിവേദിയിലെന്നും സ്നേഹം പങ്കിടുവാൻ വിശ്വാസത്തിൻ ദീപം എന്നും പകർന്നിടുവാൻ ഈ അഭിഷിക്തനെ നിത്യപുരോഹിതൻ ഈശോനാഥൻ തന്ന ദിനം. ഈ അഭിഷിക്തനെ ഈശോനാഥൻ ദൈവജനത്തിന് തന്ന ദിനം. പാടാമൊന്നാ ഒരു മനമോടെ ഈ നൽസുദിനത്തിൽ ജൂബിലി ഗാനം. ഇനിയും മേറെ ദൂരം താണ്ടാ മിശിഹാനാഥൻ കൃപയരുളട്ടെ. ഈശോയുടെ മുഖമായി മാറാൻ ഈശോയുടെ ബലി പോലാകാൻ ഒരുപാട് നിലവിളികൾക്കായെന്നും ഈശോ ഒരുക്കും ഉത്തരമല്ലോ ദൈവവിളി. ഈശോയുടെ മുഖമായി മാറാം, ഈശോയുടെ ബലി പോലാകാം, ഒരുപാട് നിലവിളികൾക്കായെന്നും ഈശോ ഒരുക്കും ഉത്തരമല്ലോ ദൈവവിളി, ഒരുക്കും ഉത്തരമല്ലോ ദൈവവിളി, ഒരുക്കും ഉത്തരമല്ലോ ദൈവവിളി.
എല്ലാ ഘടകങ്ങളും വന്നിട്ടുള്ള എല്ലാവർക്കും ആരെയും പേരുകളുടെ സമയമില്ല. എല്ലാവർക്കും നന്ദി പറയുന്നു. കൽപ്പന അതുപോലെ അവരെല്ലാവർക്കും പ്രവാസികളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അച്ഛനും മനസ്സിലാക്കാൻ നല്ലൊരു വീഡിയോകളെ പ്രദർശിപ്പിക്കാൻ സാധിക്കും. അച്ഛൻ സഹായിക്കുക അതിനോട് എല്ലാ ഭംഗിയെ പറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച് അതിനോട് നന്ദി അഭിനന്ദിക്കുന്നു. ജോലി അനുഷ്ഠിച്ചാലും അഭിലാഷ് വിജയോ റോമാമുത്ത് ഭക്ഷണം നന്ദി. പിന്നെ നന്ദി. പിന്നെ ഗായക സംഘത്തിന് എല്ലാവർക്കും നന്ദി.